പോൾ ബ്രണ്ടന്റെ എ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന പുസ്തകത്തിലെ അമംഗ് ദി മജീഷ്യൻസ് ആൻഡ് ഹോളി മെൻ എന്ന അധ്യായമാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോകൾ കണ്ടുകാണുമെന്ന് കരുതുന്നു. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. രാത്രിയുടെ കറുത്ത മറ ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഴയ കൽക്കത്തയിലെ തിരക്കേറിയ ഇടുങ്ങിയ വഴികളിലൂടെ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ എന്റെ മനസ്സിൽ ഇപ്പോഴും രാവിലെ കണ്ട ഭയാനകമായൊരു ദൃശ്യം നിറഞ്ഞു നിന്നിരുന്നു. ട്രെയിൻ ഹൗറ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ അതിന്റെ മുൻഭാഗത്ത് ഒരു കാട്ടുമൃഗത്തിന്റെ ശരീരം കുടുങ്ങിക്കിടന്നു. രാത്രി കാട്ടിലൂടെ പോകുമ്പോൾ അത് ട്രെയിനിലിടിച്ചു മരിച്ചതാണ്. ആ കാഴ്ച മനസ്സിനെ നടുക്കുന്നതായിരുന്നു. ആ യാത്രയിൽ ഞാൻ ചില ആളുകളെ കണ്ടു. അവർ തമ്മിൽ തുറന്നു പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നു. അവരിലൊരാൾ മുസ്ലിം വൃദ്ധൻ, മറ്റൊരാൾ മറാഠി, ഒരാൾ മാർവാരി വ്യാപാരി, മറ്റൊരാൾ ദക്ഷിണേന്ത്യൻ ബ്രാഹ്മണ അഭിഭാഷകൻ. ആ അഭിഭാഷകന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകം എന്റെ ശ്രദ്ധ പിടിച്ചു. രാമകൃഷ്ണന്റെ ജീവിതം എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അതൊരു സംഭാഷണത്തിന് തുടക്കമായി. അഭിഭാഷകൻ രാമകൃഷ്ണനെക്കുറിച്ച് അതിയായ ഭക്തിയോടെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരാത്മാർത്ഥതയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, "എന്റെ ഗുരു രാമകൃഷ്ണന്റെ നേരിട്ടുള്ള ശിഷ്യരിൽ ഒരാളാണ്. ഇപ്പോൾ കൽക്കത്തയിൽ തന്നെയാണ് താമസം." അത് കേട്ട ഉടനെ ഞാൻ ആ ഗുരുവിനെ കാണാൻ തീരുമാനിച്ചു. കൽക്കത്തയിലെ ഒരു പഴയ വീടിന്റെ മുകളിൽ ചെറിയ ഒരു മുറിയിൽ ഞാൻ എത്തി. അവിടെ ഒരു യുവാവെന്നെ കാത്തിരിക്കാൻ പറഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം ഒരു വയോധികൻ മന്ദഗതിയിൽ മുറിയിലേക്ക് കടന്നുവന്നു. വെളുത്ത താടി, ശാന്തമായ മുഖം, ആഴമുള്ള കണ്ണുകൾ. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഒരു ഭക്തി തോന്നി. അദ്ദേഹമായിരുന്നു മാസ്റ്റർ മഹാശയ. അദ്ദേഹം എന്റെ കൈ പിടിച്ചു പറഞ്ഞു, "താങ്കൾ ഇന്ത്യയിലേക്ക് വന്നത് യാദൃശ്ചികമല്ല. ഒരു ഉയർന്ന ശക്തിയാണ് ഇവിടെ എത്തിച്ചത്." അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ശാന്തതയും കരുണയും നിറഞ്ഞിരുന്നു. അദ്ദേഹം തന്റെ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു. രാമകൃഷ്ണൻ പഠിച്ചയാളായിരുന്നില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മീയ ശക്തി അതുല്യമായിരുന്നു. വലിയ പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ മുന്നിൽ തലകുനിച്ചു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മനുഷ്യരുടെ ജീവിതം മാറ്റുമായിരുന്നു എന്നദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഒരാളിന് മുളകെന്താണെന്നറിയില്ലെങ്കിലും അത് കഴിക്കുമ്പോൾ അതിന്റെ എരിവ് അനുഭവിക്കും. അതുപോലെ ആത്മീയതയെക്കുറിച്ചറിയാത്തവർക്കും അതിന്റെ ശക്തി അനുഭവിക്കാം. രാമകൃഷ്ണൻ തന്റെ ശിഷ്യനോട് പറഞ്ഞത്, "നിന്റെ ജീവിതം തുടരുക, കുടുംബത്തോടൊപ്പം ജീവിക്കുക, പക്ഷേ മനസ്സ് ദൈവത്തിലായിരിക്കണം" എന്നാണ്. എല്ലാ ദിവസവും നിരവധി ആളുകൾ അവിടെയെത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമായിരുന്നു. ഞാനും അവിടെ ചില ദിവസങ്ങൾ ചിലവഴിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളേക്കാൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് എന്നെ കൂടുതൽ സ്പർശിച്ചത്. ഒരു രാത്രി അദ്ദേഹം എന്നെ മേൽക്കൂരയിലേക്ക് കൊണ്ടുപോയി. ചന്ദ്രപ്രകാശത്തിൽ നഗരം തിളങ്ങി നിന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, പിന്നെ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. "എന്റെ ജീവിതത്തിന്റെ ദൗത്യം അവസാനത്തിലേക്കെത്തുന്നു" എന്നദ്ദേഹം മൃദുവായി പറഞ്ഞു. ആ അനുഭവം എന്റെ മനസ്സിൽ വലിയ മാറ്റമുണ്ടാക്കി. ഞാനിപ്പോഴും സംശയങ്ങളോടെ ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മീയ സാന്നിധ്യം എന്നെ ആഴത്തിൽ സ്പർശിച്ചു. രാത്രിയിൽ നഗരത്തിലൂടെ നടക്കുമ്പോൾ പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥനാ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്റെ സംശയങ്ങളെ മറികടക്കാൻ ആരെങ്കിലും സഹായിക്കുമെങ്കിൽ അത് ഈ മഹാനായ ഗുരുവായിരിക്കും. മാസ്റ്റർ മഹാശയെക്കുറിച്ച് പറയുന്നത് അവസാനിപ്പിച്ച് പോൾ ബ്രണ്ടൻ ഒരു ഡോക്ടറോടൊത്തുള്ള സംഭാഷണമാണ് അടുത്തതായി വിവരിക്കുന്നത്. നമുക്കതെന്താണ് എന്ന് നോക്കാം. "നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല, അത് വിധിയായിരിക്കാം" എന്നു പറഞ്ഞു ഡോക്ടർ ബന്ദ്യോപാധ്യായ. അദ്ദേഹം കൊൽക്കത്തയിലെ ഒരു പ്രശസ്ത ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. ആയിരക്കണക്കിന് ശസ്ത്രക്രിയകൾ നടത്തിയ പരിചയസമ്പന്നൻ, ശാസ്ത്രീയമായ സമീപനമുള്ള ഒരാൾ. യോഗയെക്കുറിച്ച് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു, "എനിക്ക് യോഗയെക്കുറിച്ച് അധികം അറിവില്ല. യഥാർത്ഥ യോഗിയെ ഞാൻ കണ്ടിട്ടില്ല, ഒരു നരസിംഹസ്വാമിയെ ഒഴികെ." അതുകേട്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, "ആ യോഗി അപ്രതീക്ഷിതമായി കൊൽക്കത്തയിലെത്തി. എല്ലാവരെയും അമ്പരപ്പിച്ചു. പിന്നെ അപ്രത്യക്ഷനായി. അദ്ദേഹത്തെ ആദ്യം കണ്ടത് ഒരു കെമിസ്ട്രി പ്രൊഫസറായിരുന്നു.
ആ യോഗി ആസിഡ് പോലും കുടിക്കുന്നതായി കണ്ടപ്പോൾ അതിശയിച്ച് കൊൽക്കത്തയിലേക്ക് ക്ഷണിച്ചു. ഒരു ദിവസം ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും ഒത്തുകൂടി ഒരു പരീക്ഷണം നടത്തി. യോഗിക്ക് കുടിക്കാൻ കൊടുത്തതെന്താണെന്നറിയണ്ടേ? സൾഫ്യൂറിക് ആസിഡ്, കാർബോളിക് ആസിഡ്, പൊട്ടാസ്യം സയനൈഡ് എന്നിവ. അദ്ദേഹം എല്ലാം ശാന്തമായി കുടിച്ചു. സാധാരണ ഒരു മനുഷ്യൻ ഇതിലൊന്നുപോലും സഹിക്കില്ല. പക്ഷേ അദ്ദേഹം ഒന്നും സംഭവിക്കാത്ത പോലെ നിന്നു. അതുമാത്രമല്ല, ഗ്ലാസ് പൊടിച്ച് അതും കൂടി കഴിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം പരിശോധന നടത്തി. ആസിഡും വിഷവും ഗ്ലാസും ശരീരത്തിൽ തന്നെയുണ്ടായിരുന്നു. എന്നാലും യോഗിക്കൊന്നും സംഭവിച്ചില്ല. ഡോക്ടർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇത് ശാസ്ത്രത്തിന് തന്നെ ഒരു വെല്ലുവിളിയാണ്. യോഗി പറഞ്ഞതിതാണ്: ഞാൻ ധ്യാനത്തിലൂടെ ശരീരത്തെ നിയന്ത്രിക്കുന്നു. മനസ്സിന്റെ ശക്തിയാൽ വിഷത്തിന്റെ പ്രഭാവം ഇല്ലാതാക്കുന്നു. വീട്ടിലെത്തിയപ്പോ ഞാൻ പഴയ കുറിപ്പുകൾ തിരഞ്ഞു. അവിടെ ഒരു യോഗി പറഞ്ഞിരുന്നു, ശരിയായ പരിശീലനമുണ്ടെങ്കിൽ വിഷം പോലും ബാധിക്കില്ല. ശ്വാസം, ധ്യാനം, മനസ്സിന്റെ ഏകാഗ്രത ഇവയുടെ കൂട്ടായ്മയാണ് രഹസ്യം. ഈ വിദ്യ വളരെ കഠിനമാണ്. ഒരു പഴയ കഥയും അതിലുണ്ടായിരുന്നു. വാരാണസിയിലൊരിക്കൽ ഒരു മഹായോഗി ജീവിച്ചിരുന്നു. ആ മഹായോഗി വിഷം പോലും ഭയമില്ലാതെ കുടിക്കുമായിരുന്നു. അദ്ദേഹം ശരീരനിയന്ത്രണത്തിൽ അത്യന്തം പ്രാവീണ്യമുള്ളവനായിരുന്നു. മുമ്പ് ഞാൻ ഇതെല്ലാം വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോ ഒരു ഡോക്ടറാണ് ഇതൊക്കെ അയാളുടെ മുന്നിൽ സംഭവിച്ച കാര്യം പറയുന്നത്. നമ്മൾ അസാധ്യമെന്ന് കരുതുന്നതിനപ്പുറത്ത് എന്തെങ്കിലുമുണ്ടോ എന്ന ചോദ്യം എന്റെ മനസ്സിൽ അലയടിച്ചു. പാശ്ചാത്യലോകം പരീക്ഷണങ്ങളിലൂടെ സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ യോഗികൾ അവരുടെ ശരീരത്തെയും മനസ്സിനെയും ഉപയോഗിച്ച് മറ്റൊരു രീതിയിൽ സത്യത്തെ കണ്ടെത്തുന്നുവോ? ഇതിനുശേഷം പോൾ ബ്രണ്ടൻ സന്യാസിമാരെ കണ്ടതിന്റെ വിവിധ അനുഭവവും അദ്ദേഹത്തിന്റെ ചിന്താഗതിയും പങ്കുവെക്കുന്നു. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ സന്യാസിമാരെല്ലാം ഒരേ രീതിയിലുള്ളവരല്ല. അവരിൽ പലരും നല്ലവരും ശാന്ത സ്വഭാവക്കാരുമാണ്. പക്ഷെ ചിലർക്ക് ആഴത്തിലുള്ള ജ്ഞാനമോ ആത്മീയ ശക്തിയോ ഇല്ലാതിരിക്കും. മറ്റു ചിലർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരോ അല്ലെങ്കിൽ എളുപ്പത്തിൽ ജീവിക്കാൻ ഈ വഴി തിരഞ്ഞെടുത്തവരോ ആയിരിക്കും. ഒരു ദിവസം ഒരാൾ എന്നോട് ഭിക്ഷ ചോദിക്കാൻ വന്നു. ജടപിടിച്ച മുടിയും ശരീരത്തിൽ മുഴുവനും ചാരം പുരട്ടിയതുമായിരുന്നു അയാളുടെ വേഷം. മുഖത്ത് കപടഭാവമുണ്ട്. അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അസ്വസ്ഥത തോന്നി. ഞാൻ അവനെ അവഗണിച്ചു. പക്ഷേ അവൻ കൂടുതൽ പിടിച്ചുനിന്നു. അവസാനം അവൻ തന്റെ മാല വിൽക്കാൻ ശ്രമിച്ചു. അതിനെ വളരെ പുണ്യവസ്തുവായി അവതരിപ്പിച്ച് അതിന് വലിയ വില ആവശ്യപ്പെട്ടു. ഞാൻ അവനെ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. ചില സന്യാസികൾ അവരുടെ ശരീരത്തെ തന്നെ പീഡിപ്പിക്കുന്ന രീതികൾ പ്രദർശിപ്പിക്കുന്നു. വർഷങ്ങളോളം കൈ ഉയർത്തി നിൽക്കുന്നവർ, ഒരു കാലിൽ മാത്രം നിൽക്കുന്നവർ. ഇതെന്തിനാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ആത്മീയതയ്ക്കായാണോ അല്ലെങ്കിൽ ചെറിയൊരു ഭിക്ഷയ്ക്കായാണോ? ചിലർ ബ്ലാക്ക് മാജിക് ചെയ്യുന്നു. ഗ്രാമങ്ങളിൽ ഇത്തരം ആളുകളുണ്ടാകാം. ശത്രുവിന് രോഗം വരുത്തുക, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുക എന്നിവയാണ് ഇവരുടെ തൊഴിൽ. ഇവരെയും ചിലർ യോഗി എന്ന് വിളിക്കുന്നത് കേൾക്കാം. എന്നാൽ യഥാർത്ഥ സന്യാസികളുമുണ്ടെന്നത് സത്യമാണ്. അവർ എന്താണ് ചെയ്യുന്നത്? വർഷങ്ങളോളം ആത്മീയ സത്യത്തിനായി തിരയുന്നു. സുഖങ്ങൾ ഉപേക്ഷിക്കുന്നു. സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അവരുടെ വിശ്വാസം സത്യം കണ്ടെത്തിയാൽ സ്ഥിരമായ സന്തോഷം ലഭിക്കുമെന്നതാണ്. പാശ്ചാത്യലോകത്ത് സാധാരണ മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് സമയമില്ല. അവർ പറയുന്നു, എല്ലാവരും ഇങ്ങനെ തന്നെ ജീവിക്കുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. എന്നാൽ ഒരു സത്യം, ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കുന്നവർ മറ്റുള്ളവരെക്കാൾ ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. ചരിത്രത്തിൽ പോലും ഇതിനുദാഹരണമുണ്ട്. അലക്സാണ്ടർ മഹാൻ ഇന്ത്യയിലെത്തി. ആദ്യം ഒരു ജേതാവായി, പിന്നീട് ഒരു ചിന്തകനായി മാറാനായിരുന്നു സാധ്യത. അലക്സാണ്ടർ ഇന്ത്യൻ സന്യാസിമാരെ കണ്ടുമുട്ടി അവരുടെ ചിന്തകൾ കേട്ടു. കുറച്ചു വർഷങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പാശ്ചാത്യലോകത്തെ തന്നെ മാറ്റിയേനെ. ഇന്നും ചില സന്യാസികൾ ആത്മീയതയും മൂല്യങ്ങളും നിലനിർത്താൻ ശ്രമിക്കുന്നു. അതേസമയം കള്ളസന്യാസികളെ ദൂരെ നിർത്തി യഥാർത്ഥ സന്യാസികളെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ ബനാറസിലെ അനുഭവങ്ങളാണ് വിവരിക്കുന്നത്. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.